യെസ്, കേന്ദ്രത്തിനെതിരെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വിമർശനമുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. 22ാമത്തെ പേജിൽ അത്തരത്തിലുള്ളൊരു വിമർശനം കേന്ദ്രത്തിനെതിരെ ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും നേരത്തെ തന്നെ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ഉള്ളടക്കം എന്താകുമെന്ന കാര്യത്തിൽ വലിയ രീതിയിലുള്ള ആകാംക്ഷയുണ്ടായിരുന്നു. ഗവർണർക്കെതിരെയുള്ള വിമർശനം ഉണ്ടാകുമെന്ന കാര്യത്തിലൊക്കെ, പക്ഷേ അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഒന്നുമില്ല എന്ന രീതിയിലുള്ള സൂചനകളാണ് ലഭിച്ചിരുന്നത്. അരുൺ, കേൾക്കാമെങ്കിൽ തുടരാം. രജനി, കേന്ദ്ര സർക്കാരിനെതിരെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വിമർശനമുണ്ട്. നിരവധി വെല്ലുവിളി ഉണ്ടായിരുന്നിട്ടും അവയെ അതിജീവിച്ച് സർക്കാർ അതിശയകരമായ നേട്ടങ്ങൾ കൈവരിച്ചു. ഇതിൽ പരമപ്രധാനം സാമ്പത്തിക കാര്യങ്ങളിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ നിലനിൽക്കുന്ന അസമത്തിൽ നിന്ന് ഉത്ഭവിച്ച പണഞെരുക്കമാണ്. സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിഭവ സമാഹരണത്തിന് ഗണ്യമായ സ്രോതസ് കേന്ദ്രത്തിനുണ്ട്. എന്നാൽ ആ സ്രോതസ്സുകളുടെ പരിമിതി മറികടന്ന് വികസന ചെലവുകൾ ഏറ്റെടുക്കാൻ നിർബന്ധിതരാകുന്നത് ഇന്ത്യയിലെ ഫെഡറൽ സംവിധാനത്തിലെ വലിയ അസമത്വത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുവെന്ന വിമർശനമുണ്ട്. കാലക്രമേണ ഇത് കൂടുതൽ തീവ്രമായി സംസ്ഥാനങ്ങളുടെ ധനസ്ഥിതിയെ പരിമിതപ്പെടുത്തി. കാലാകാലങ്ങളിലുള്ള ധനകാര്യ കമ്മീഷനുകളുടെ അവാർഡുകളിൽ വരുന്ന സ്ഥായിയായ കുറവ് നിർബന്ധമായും ശ്രദ്ധ പിടിച്ചു പറ്റേണ്ട വസ്തുതയാണെന്ന് സർക്കാർ പറയുന്നു. 10ാം ധനകാര്യ കമ്മീഷന്റെ കാലയളവിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് നികുതി വിഹിതം 3.88% നിന്ന് 15ാം ധനകാര്യ കമ്മീഷന്റെ കാലയളവിൽ 1.92% കുറഞ്ഞിട്ടുണ്ട്. GST നഷ്ടപരിഹാരം നിർത്തലാക്കി. റവന്യൂ ഗ്രാന്റിൽ കുറവ് വന്നു. സംസ്ഥാനത്തിന്റെ ബജറ്റിന് പുറത്തുനിന്നുള്ള കടമെടുപ്പിൽ കേന്ദ്രം നിയന്ത്രണം ഏർപ്പെടുത്തി. ഇതെല്ലാം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നിലയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. സംസ്ഥാനം നേരിടുന്ന ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയുടെ പരിഹാരത്തിനായി സുപ്രീം കോടതിയെ സമീപിക്കാൻ സംസ്ഥാനം നിർബന്ധമായ കാര്യവും നയപ്രഖ്യാപന പ്രസംഗം ചൂണ്ടിക്കാട്ടുന്നു. ഇത്രയും ഭീകരമായ വെല്ലുവിളികളെ നേരിടുമ്പോഴും കേരള മോഡൽ വികസനത്തിന്റെ ഒരു വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥയിൽ കേന്ദ്രീകൃതമായ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വളർച്ചയ്ക്ക് വേണ്ടി സർക്കാർ അടിയുറച്ച നിലപാട് എടുത്തിട്ടുണ്ടെന്നാണ് ഇതിൽ പറയുന്നത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി വ്യക്തമായി ഇതിൽ പറയുന്നു. ഓരോ മേഖലകൾ തിരിച്ച് ഇതിൽ വ്യക്തമാക്കുന്നു. കേന്ദ്രത്തിന്റെ രൂക്ഷ വിമർശനമുണ്ട് എന്നുള്ളത് ഉറപ്പായിരുന്നു. അതുകൊണ്ട് കൂടിയാകാം ഒരുപക്ഷെ ഗവർണർ ഇത്ര കടുത്ത ഒരു നിലപാട് സ്വീകരിച്ചത്. സ്വകാര്യ സർവകലാശാലയുടെ വിഷയം ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ ഗവർണർക്കെതിരെ ഒരു കാര്യമായ വിമർശനങ്ങൾ ഇതിലുണ്ട് എന്ന കാര്യം വ്യക്തമല്ല. ഇതുവരെ നമുക്ക് ഇതിൽ ലഭിക്കുന്ന വിശദീകരണം അനുസരിച്ച് ഗവർണർക്കെതിരെ അത്തരത്തിലൊരു വിമർശനം നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ്. ഇതിന്റെ ബാക്കി പേജുകൾ കൂടി സ്വാഭാവികമായും പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും കേന്ദ്ര സർക്കാരിന് രൂക്ഷ വിമർശനമുണ്ട്. സംസ്ഥാനത്തെ സാമ്പത്തികമായി അസ്ഥിരപ്പെടുത്താൻ, സാമ്പത്തികമായി ഞെരുക്കാൻ, പണഞെരുക്കത്തിനിടയാക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ സമീപനങ്ങളാണെന്ന് ഈ നയപ്രഖ്യാപന പ്രസംഗം കുറ്റപ്പെടുത്തുന്നു. സ്വാഭാവികമായി അതുകൊണ്ടുകൂടിയാകാം ഇത്തരത്തിൽ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം ഒരു ചടങ്ങ് മാത്രമാക്കി മാറ്റി തന്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് സഭയിൽ നിന്ന് മടങ്ങുന്നത്. ഒരു തരത്തിലും സർക്കാരും ഗവർണറും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു നല്ല ബന്ധം ഉണ്ടായിട്ടില്ല. അത് കൂടുതൽ മോശമാകുന്നു ഓരോ ദിവസവും എന്ന് വ്യക്തമാകുന്നതാണ് ഇന്ന് സഭയിലുണ്ടായ സംഭവവികാസങ്ങൾ. ഒരുപക്ഷെ സംസ്ഥാനത്തെ രാഷ്ട്രീയത്തിൽ ആദ്യമായാകണം ഇത്തരം രാഷ്ട്രീയ വിമർശനങ്ങളുടെ പേരിൽ, രാഷ്ട്രീയ തർക്കങ്ങളുടെ പേരിൽ ഒരു ഗവർണർ ഇത്തരത്തിൽ നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിച്ച് പൂർത്തിയാകാതെ അതിന്റെ തുടക്കവും ഒടുക്കവും മാത്രം വായിച്ച് മടങ്ങുന്നത്. 135 പാരഗ്രാഫാണ് ഇതിൽ ഉള്ളത്. അതിൽ അവസാന പാരഗ്രാഫിലും എന്റെ സർക്കാർ വംശഹത്യ എന്ന കുറ്റകൃത്യത്തെയും മനുഷ്യരാശിക്കെതിരെയുള്ള എല്ലാ കുറ്റകൃത്യങ്ങളെയും അസന്ദിഗ്ധമായി അപലപിക്കുകയും മരണ പരമ്പരയുടെയും നശീകരണത്തിന്റെ അവസ്ഥ ഉളവാക്കുന്ന നിരാശയുടെയും അന്ത്യം കാണുന്നതിന് ആഗ്രഹിക്കുന്നു. സമാധാനവും പ്രത്യാശയും മനുഷ്യജീവനോട് അചഞ്ചലമായ ആദരവുമുള്ള ലോകത്തിനു വേണ്ടിയാണ് നാം അഭിലാഷമാണ് നാം മുറുകെ പിടിക്കുന്നതെന്ന് ഗവർണർ നയപ്രഖ്യാപനം പറയുന്നു. മഹത്തായ പൈതൃകം കെട്ടിടങ്ങളിലോ സ്മാരകങ്ങളിലോ അല്ല, മറിച്ച് ജനാധിപത്യം, മതനിരപേക്ഷത, ഫെഡറലിസം, സാമൂഹ്യനീതി എന്നീ കാലാതീത മൂല്യങ്ങളോടും ഇന്ത്യൻ ഭരണഘടനയുടെ വിലമതിക്കാനാകാത്ത പൈതൃകത്വം നാം കാണിക്കുന്നത് ബഹുമാനത്തിലും പരിഗണനയിലുമാണെന്ന് ഓർക്കാം എന്ന പരോക്ഷ രാഷ്ട്രീയ വിമർശനം കൂടി, രാഷ്ട്രീയ നിലപാട് കൂടി സർക്കാർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറയുന്നു. നമ്മുടെ രാഷ്ട്രത്തെ സംഘടിതവും ശക്തവുമായി നിലനിർത്തിയത് സഹകരണ ഫെഡറലിസത്തിന്റെ അന്തസത്തയാണ്. ഈ അന്തസത്തയ്ക്ക് ശോഷണം സംഭവിക്കുന്നതെന്ന് ഉറപ്പാക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് തുടങ്ങി രാഷ്ട്രീയ നിലപാട് കൂടി പ്രഖ്യാപിക്കുന്നു. നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ അവസാന പാരഗ്രാഫുകളിൽ ഉപസംഹാരത്തിൽ സർക്കാർ. ഏതായാലും ഗവർണർക്കെതിരെ കാര്യമായ വിമർശനം ഇതിലില്ല എന്ന് തന്നെ നമുക്ക് കുറച്ചുകൂടി ഉറപ്പിക്കാം. പക്ഷേ കേന്ദ്രത്തിനെതിരെ വലിയ വിമർശനങ്ങൾ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിലുണ്ട്. ജനസഭ എന്ന സംസ്ഥാന സർക്കാരിൻ്റെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എല്ലാ വകുപ്പുകളും ഉദ്യോഗസ്ഥരോട് ഓരോ പദ്ധതികളും കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ സർക്കാർ നൽകിയ നിർദ്ദേശങ്ങളുടെ കാര്യം, നീതി ആയോഗ് ഓരോ ഘട്ടത്തിലും സംസ്ഥാനത്തെ സാമൂഹ്യ അന്തരീക്ഷം, സാമൂഹ്യ ജീവിതം വ്യക്തമാക്കിക്കൊണ്ടുള്ള ദാരിദ്ര്യ സൂചിക അടക്കമുള്ള കാര്യങ്ങൾ ഇക്കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സാമ്പത്തിക മുന്നേറ്റത്തിന് സംസ്ഥാനം സ്വീകരിക്കുന്ന നടപടികൾ, കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാൻ സംസ്ഥാനം സ്വീകരിക്കുന്ന നടപടികൾ, മാലിന്യമുക്ത കേരളം എന്ന സർക്കാരിൻ്റെ പ്രഖ്യാപിത മുദ്രാവാക്യം, ആരോഗ്യരംഗത്തെ നേട്ടങ്ങൾ, സംരംഭക പദ്ധതികൾ,
അതുപോലെ ഓരോ പദ്ധതിക്കും കൃത്യമായ അനുമതി നൽകുന്നതിനുള്ള സർക്കാർ ചെയ്യുന്ന നടപടികൾ തുടങ്ങി പല കാര്യങ്ങളും സംസ്ഥാന സർക്കാരിൻ്റെ നയങ്ങളെല്ലാം തന്നെ ഈ പ്രഖ്യാപന പ്രസംഗത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ കാര്യം ഇതിലും എടുത്തു പറയുന്നു. പുതിയ അണക്കെട്ട് നിർമ്മിക്കുക മാത്രമാണ് മുല്ലപ്പെരിയാർ പ്രശ്നത്തിന് പരിഹാരമെന്ന ഈ നയപ്രഖ്യാപന പ്രസംഗവും ചൂണ്ടിക്കാട്ടുന്നു. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം ഒരു ചരിത്രപരമായ നിമിഷം എന്ന ഇതിൽ പറയുന്നു. 8000 കോടിയിലേറെ രൂപയുടെ മുതൽ മുടക്കുള്ള തുറമുഖം വലിയ നേട്ടമായി സർക്കാർ നയപ്രഖ്യാപന പ്രസംഗത്തിലും ചൂണ്ടിക്കാട്ടുന്നു. പ്രധാനമന്ത്രി തറക്കല്ലിട്ട 1515 കോടി രൂപയുടെ ഡിജിറ്റൽ സയൻസ് പാർക്ക് വലിയ ഭരണ നേട്ടമായി സർക്കാർ എടുത്തുകാട്ടുന്നു. നിരവധി വെല്ലുവിളികൾ സർക്കാരിന് ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടാണ് 22ാമത്തെ പാരഗ്രാഫിൽ 11ാമത്തെ പേജിൽ ഈ കേന്ദ്ര സർക്കാരിന്റെ വിമർശനങ്ങൾ സർക്കാർ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ധനകാര്യ കമ്മീഷനുകൾ നടത്തിയ ഇടപെടലുകൾ, ധനകാര്യ കമ്മീഷനുകളിൽ ലഭിക്കേണ്ട ആ പണം അല്ലെങ്കിൽ കേന്ദ്രത്തിന് ലഭിക്കേണ്ട പണം കുറവായ അവസ്ഥ, GST നഷ്ടപരിഹാരത്തിലുണ്ടായ ഇടിവ് തുടങ്ങി കേന്ദ്രത്തിനെതിരെ 3 പാരഗ്രാഫിൽ വളരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഈ എല്ലാ കേന്ദ്ര നടപടികളും മറികടന്നുകൊണ്ട് സർക്കാർ നേടിയ നേട്ടങ്ങൾ, സർക്കാരിൻ്റെ മുന്നോട്ടുള്ള പോക്ക് എല്ലാം ഇതിൽ ചൂണ്ടിക്കാട്ടുന്നു. ഗവർണർക്കെതിരെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വിമർശനമില്ല, പരാമർശമില്ല. സംസ്ഥാനത്ത് സർവകലാശാലകൾ ഭരണസ്തംഭനത്തിലാണ്. സർവകലാശാലയുടെ ഭരണസ്തംഭനത്തിന് കാരണം ഗവർണറുടെ ഏകപക്ഷ നിലപാടുകളാണെന്ന രാഷ്ട്രീയ വിമർശനം സർക്കാരും ഭരണമുന്നണിയും കാലാകാലങ്ങളിൽ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അത് ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് സർക്കാരിന് രാഷ്ട്രീയമായ തിരിച്ചടിയാകുമെന്ന് ഉറപ്പാണ്. പ്രതിപക്ഷം സ്വാഭാവികമായും ഇത് ചോദ്യം ചെയ്യും. സർക്കാരും ഗവർണറും തമ്മിൽ ഒത്തുകളിയായി പ്രതിപക്ഷം ഇതിനെ വ്യാഖ്യാനിക്കും. സർക്കാർ ഇത്രയധികം വലിയ രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കുമ്പോഴും എന്തുകൊണ്ട് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർക്കെതിരായ പരാമർശങ്ങൾ ഉന്നയിക്കുന്നില്ല? എന്തുകൊണ്ട് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർക്കെതിരെ ഒരു വാചകം പോലും എഴുതാൻ സർക്കാർ തയ്യാറായിട്ടില്ല എന്ന കാര്യം ചോദിക്കും. ഈ നയപ്രഖ്യാപന പ്രസംഗം സർക്കാരിൻ്റെ രാഷ്ട്രീയ സ്റ്റേറ്റ്മെന്റായി കൂടി മാറേണ്ടതാണ്. അത് കേന്ദ്ര സർക്കാരിനെതിരെ മാത്രമായി വിമർശനം ചുരുക്കുന്നു. ഇന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സഭയിൽ നടപടിക്രമങ്ങളുടെ ഭാഗമായി മാത്രം വെച്ച നയപ്രഖ്യാപന പ്രസംഗമാണ് നമ്മൾ കാണുന്നത്. ഇതിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനങ്ങൾ എന്ന് മാറ്റി നിർത്തിയാൽ ഇത്തരത്തിൽ ഗവർണറും സർക്കാരും ഈ ഇത്ര രൂക്ഷമായ പോര് തുടരുമ്പോഴും ഗവർണർക്കെതിരെ ഒരു അക്ഷരം ഉരിയാടാൻ, ഒരു രാഷ്ട്രീയ വിമർശനം ഒരു വാക്കിൽ പോലും ഉന്നയിക്കാൻ സർക്കാർ തയ്യാറായില്ല എന്നതിന് സംസ്ഥാന സർക്കാർ സ്വാഭാവികമായും മറുപടി പറയേണ്ടി വരും. പ്രതിപക്ഷം ആ ചോദ്യം സർക്കാരിനോട് ഉന്നയിക്കുമെന്നും ഉറപ്പാണ്.